ഹായ് സുഹൃത്തുക്കളെ, വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറില്ലേ? മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകൾ നമ്മൾ കാണാറും ഉണ്ട്. എന്നാൽ നമ്മൾ ചില സ്റ്റാറ്റസുകൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ചിലപ്പോൾ തിരക്കിനിടയിൽ അവർ നമ്മൾ വെച്ച സ്റ്റാറ്റസുകൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നാറും ഉണ്ട്. എന്നാൽ 5 പേരെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് വെക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ പുതിയ വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണോ എന്നറിയില്ല. ഇങ്ങനെ നമ്മൾ 5 പേരെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ ഇന്ന ആൾക്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക പോലും ഇല്ല. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഈ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക എന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. 2 പുതിയ അപ്ഡേറ്റാണ് വാട്സപ്പിൽ വന്നിട്ടുള്ളത്. ആ 2 അപ്ഡേറ്റും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഗ്രീൻ ഐക്കൺ ഉണ്ടല്ലോ, ഇവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഗാലറിയുടെ ഐക്കണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാനൊരു ഫോട്ടോ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ട് വെക്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ നമുക്ക് പുതിയൊരു ഐക്കൺ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു @ ഒരു ഐക്കൺ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള 5 പേരെ നമുക്ക് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ലേൺ മോർ എന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കിവിടെ എഴുതി കാണിക്കുന്നും ഉണ്ട്. ഓക്കെ, യു ക്യാൻ മെൻഷൻ അപ് ടു 5 പീപ്പിൾ ഓൺ എ സ്റ്റാറ്റസ് അറ്റ് എ ടൈം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 പേരെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് ഒരു സ്റ്റാറ്റസ് നമുക്ക് വെക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 5 പേരെ സെലക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരാളെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുവാണ്. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ 5 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ 5 പേരെ സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഒരാളെ മാത്രം ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെ ഞാൻ ആ ഗ്രീൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ അയാൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ജസ്റ്റ് ഞാനിവിടെ സെൻഡ് കൊടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾ കോൺടാക്റ്റ് വേണമെങ്കിൽ ഓൾ കോൺടാക്റ്റ്, അല്ലെങ്കിൽ സ്പെസിഫിക് കോൺടാക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോൺടാക്റ്റുകൾക്ക് മാത്രം നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ മെൻഷൻ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മളിവിടെ സെൻഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറ്റസ് ഷെയർ ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നൗ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറ്റസ് മറ്റു മൊബൈലിൽ വന്നിട്ടുണ്ടാകും. നമ്മൾ മെൻഷൻ ചെയ്ത ആൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇവിടെ മൈ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നൗ എന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാറ്റസ് കാണാം. വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ആളെയും നമുക്കിവിടെ ആരൊക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്ക് വരികയാണ്. ഇനി നമ്മൾ അയച്ച വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത് കാണിക്കുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ലഭിച്ച വ്യക്തിക്ക് ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും അവർക്ക്, അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് ഒരു സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് എന്ന് കാണിക്കും. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷനായി തന്നെ അവർക്ക് ആ ഒരു സ്റ്റാറ്റസ് കാണാം. ജസ്റ്റ് അതിൻ്റെ പ്രീവ്യൂവും കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് അവർക്ക് കാണാൻ സാധിക്കും. അതിന് ഒരു ലൈക്കും കൊടുക്കാനും സാധിക്കും. ഇങ്ങനെ 2 പുതിയ നല്ല ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അവരിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അപ്ഡേറ്റ്സിൽ പോയിട്ട് ആ മൈ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ലൈക്ക് ചെയ്തതും ഒരാൾ കണ്ടിട്ടുള്ളൂ എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷനും ഇവിടെ കാണാനും സാധിക്കും. വളരെ നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വാട്സപ്പിൽ ഞാൻ ഈ കാണിച്ച 2 അപ്ഡേറ്റും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്കും ലഭിച്ചിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.